ഈ വിഷുദിനത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു ട്രെൻഡിങ് സോങ് പാടി ഒരുപാട് ആൾക്കാർ പാട്ടുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരെ സോങ് മാത്രമാണ് ആൾക്കാർ ഏറ്റെടുത്തത്, ജനങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തത്. അതിൽ ഒരാളാണ് വരലക്ഷ്മി. അപ്പോൾ നമ്മളോടൊന്നുള്ളത് വരലക്ഷ്മിയാണ്. വരലക്ഷ്മിയുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വരലക്ഷ്മി വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. വിഷുവായിട്ട് എന്തോ പരിപാടി? വിഷുവായിട്ട് അമ്മയുടെ സദ്യ കഴിച്ച് രാവിലെ അമ്പലത്തിൽ പോയി കണിയൊക്കെ കണ്ട് കണിയുണ്ട് രാവിലെ. അത് 12 മണി കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ കാണും. ആണല്ലേ? പിന്നെ എങ്ങനെയുണ്ട് ഈ ഒരു വിഷു എന്ന് പറഞ്ഞാൽ? ഭയങ്കര സന്തോഷമാണല്ലേ? സത്യമായിട്ടും ഭയങ്കര സന്തോഷമുള്ള വിഷുവാണ്. ആണല്ലേ? എന്താ കാര്യം? എന്താ കാര്യം, ഞാൻ ഇതുവരെ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ. അപ്പം ആദ്യമായിട്ടാ ഫസ്റ്റ് പോസ്റ്റ് ഈ പാട്ട്. അതായത് എനിക്കൊന്ന് കേരളത്തിന്റെ മില്യൺസ് ആൾക്കാരാണ് വരലക്ഷ്മിയുടെ വീഡിയോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പല ഇതിൽ പിന്നെ ഒരുപാട് ആൾക്കാർ കമന്റുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ദൈവം അനുഗ്രഹിച്ച് നൽകിയ സ്വരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആൾക്കാർ കമന്റുകൾ ഇങ്ങനെ അയക്കുന്നത്. ഇതിനു മുമ്പ് മറ്റെവിടെയെങ്കിലുമൊക്കെ വരലക്ഷ്മി പാടിയിട്ടുണ്ടോ? ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനകത്ത് പാടിയിട്ടുണ്ടല്ലേ? ഈ ഒരു പാട്ട് പ്രേക്ഷകർ ഇത്രത്തോളം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒട്ടുമില്ല. പാട്ട് പാടാനായിട്ട് അല്ല ഷെഹാനങ്ങൾ വിളിച്ചത്. ഇങ്ങനെ നജീബിക്ക വരുന്നുണ്ട്, വന്ന് കാണാം, ഒരെണ്ണം കരുതി വെച്ചോ, നമുക്ക് നോക്കാം, അങ്ങനെ ഒരു ഇതായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു കാര്യം ആൾക്കാർ കാണുമെന്നുള്ളത്. കാര്യം നമ്മൾ ഒരുപാട് ആൾക്കാർ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് ഓപ്പൺ മൈക്കിലൊക്കെ ഇത്രയും നല്ലോണമൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ആൾക്കാരാണ് ആ ഒരു പാട്ട് ഏറ്റെടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഏകദേശം 6 ലക്ഷത്തോളം ആൾക്കാരെ കണ്ട് ആ ഒരു വീഡിയോ കണ്ടോണ്ട് ഇൻസ്റ്റയിൽ മാത്രം. അതേകൂടെ തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേജ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ കമൻറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടി എവിടെയുള്ളതാണ്, ഇതിനു മുമ്പ് സിനിമയിലൊക്കെ പാടിയിട്ടുള്ള കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ. അതുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ഫാൻസ് അസോസിയേഷൻ, അതേപോലെ പൃഥ്വിരാജ്, അതേപോലെ തന്നെ റസൂൽ പൂക്കുട്ടി, അങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻറ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ നോക്കി കാണുന്നു ആ കമൻറ്റുകളൊക്കെ? അയ്യോ, ഒത്തിരി സന്തോഷം. സത്യത്തിൽ ഇപ്പോഴും എനിക്ക് ഭയങ്കര അതിശയമാണ് അത്. കാരണം ഒറ്റ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത്രയും വ്യൂസൊക്കെ കിട്ടുന്ന സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. എനിക്കിപ്പം ഒന്നും പറയാനില്ല. ഞാൻ ഒത്തിരി ഭയങ്കര ഹാപ്പിയാണ്. അത്രയും. സ്കൂളിലൊക്കെ ഇപ്പം സ്റ്റാർ ആയോ? ഇല്ല, അത് കഴിഞ്ഞിട്ടാ, വെക്കേഷൻ സമയമായത്, എക്സാം കഴിഞ്ഞിട്ടാ ഇത് സംഭവം. ഉറപ്പായിട്ടും ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഫോണില്ല, അമ്മയുടെ ഫോണിൽ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. എല്ലാവരും കണ്ടു, നന്നായിട്ടുണ്ട്, കണ്ടു, എവിടെയായിരുന്നു, എന്തുവായിരുന്നു, എല്ലാവരും അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് തിരക്കുക. ഏത് സ്ഥലം, എവിടെ വന്നയാ, അത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നജീബിക്കയുടെ സാന്നിധ്യത്തിൽ ആ ഒരു പാട്ട് പാടാൻ പറ്റിയാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലേ? അതെ അതെ, അതിലും വലിയൊരു ഭാഗ്യം. ഷിഹാനങ്കിളിന്റെ ഒറ്റ ഇതാണ് പുള്ളിക്കാരൻ. കാരണം എന്നെ വെറുതെ കണ്ടപ്പോൾ നീ വരണ കേട്ടോ, അന്ന് ഇഫ്താറാ വരണേന്ന് പറഞ്ഞോളൂ, പാട്ട് പാടാൻ കരുതി വെച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പാടാൻ ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പിന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയതുമില്ല. അറിയാമായിരുന്നു ആ പാട്ട്, പിന്നെ അറിയാവുന്ന രീതിയിലൊക്കെ പാടി. അപ്പോൾ അറിയാവുന്ന രീതിയിൽ പാടിയപ്പോൾ തന്നെ ഇത്ര നല്ലതായെങ്കിൽ പ്രിപ്പറേഷനൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നെങ്കിൽ എത്രത്തോളം നല്ലതാവുമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കരുനാഗപ്പള്ളി അൽമ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന. കാര്യം ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ വെച്ച് തന്നെ ഒത്തിരി പേർക്ക് കൊടുത്തായിരുന്നു സഹായങ്ങളൊക്കെ, ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാന്? ഇനി പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചില്ല. എന്തായാലും ഈ ഒരു സിംഗിങ് മേഖലയ്ക്ക് തന്നെ പോകാനാണോ തീരുമാനിച്ചത്? അല്ല, നമ്മൾ അക്കാഡമിക്കായിട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. പാട്ട് നേരത്തെ പോലും പഠിക്കുന്നുണ്ടോ? ഞാൻ 4 വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഗുരു? എനിക്ക് ഒത്തിരി ഗുരുക്കന്മാരുണ്ട്. ഞാൻ ഒത്തിരി പഠിക്കും. ഞാൻ ലൈറ്റ് മ്യൂസിക്കിനുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം സ്റ്റേറ്റിലൊക്കെ പോയി, +2 കഥകളിക്ക് പോയി. അപ്പോൾ ലൈറ്റ് മ്യൂസിക് എന്നെ പഠിപ്പിക്കുന്നതും എൻ്റെ ചെറുതിലേ തൊട്ടുള്ള ഗുരുവും പ്രിയ ആൻറ്റിയാണ്. KS പ്രിയ, തഴവയാണ് വീട്. പ്രിയ ആൻറ്റിയാണ് എന്നെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ഒത്തിരി നന്ദിയുണ്ട്. യേശുദാസ് എന്ന് പറയുന്ന അത്രയും മഹത്തായിട്ടുള്ളവരുടെ കൂടെ വേദി പങ്കിട്ടിട്ടുള്ള ആളാണ് പ്രിയ ആൻറ്റി. പ്രിയ ടീച്ചറാണ് എൻ്റെ ലൈറ്റ് മ്യൂസിക്കും എന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ക്ലാസിക്കലായിട്ട് പഠിക്കുന്നത് സജുകുമാർ സാറിൻ്റെ അടുത്താണ്. ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇത് കണ്ടിട്ട്? അയ്യോ, ശരിക്കും ടീച്ചർ ഞെട്ടിപ്പോയി. അവൾ പാടി കുഴപ്പമില്ല. ഞാൻ പേടിയുണ്ടായിരുന്നു, ലൈവായിട്ട് പാടുമ്പോൾ പുള്ളിക്കാരത്തെ എനിക്ക് പേടിയാണ്. ഞാൻ അവിടെ തെറ്റിച്ച് ഇവിടെ തെറ്റിച്ചെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആദ്യമേ. അപ്പോൾ പിന്നെ വീഡിയോ അയച്ചു കൊടുത്തു. പക്ഷേ ഇത് ഒത്തിരി വ്യൂസ് ആവാൻ തുടങ്ങിയതിന് ശേഷം പ്രിയാൻറ്റിക്ക് പിന്നെ പ്രിയാൻറ്റി കാണുന്നുണ്ടല്ലോ എല്ലാം. ഇപ്പം ഒരു 10 ദിവസത്തിന് മുകളിലായില്ലേ നമ്മളത് ആ ഒരു പാട്ട്
പാടിയിട്ട് 10-15 ദിവസമായി കാണും. എനിക്കൊന്ന് ഇപ്പോഴും ആ ഒരു പോസ്റ്റ് ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിലച്ചിട്ടില്ല, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കമന്റുകൾ. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ഒരു ഓഫർ തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും. അയ്യോ പിന്നെ അതെന്ത് ചോദ്യം. ഒത്തിരി ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു സോങ്. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ പാട്ട് പാടുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ കലാപരമായിട്ടുള്ള കഴിവുകളൊന്നും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. അപ്പോൾ എന്തായാലും വരലക്ഷ്മിക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ് ആ ഒരു കഴിവ്. ഇനി എന്താണ് പരിപാടി? ഇനി ഒന്നും തീരുമാനിച്ചില്ല ഞാനിങ്ങനെ +2 കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ വരട്ടെ പതുക്കെ. അതിനുശേഷം കാര്യങ്ങളൊക്കെ റിപ്പീറ്റിന് പോകാനായിരിക്കണം. റിപ്പീറ്റിന് അച്ഛൻ ഇല്ലല്ലേ? അച്ഛൻ ബെഹറിലാണ്, ചേട്ടൻ തൃശ്ശൂർ വെറ്റിനറിക്ക് പഠിക്കും, അമ്മ ഹൗസ് വൈഫ്. എന്നിട്ട് ചേട്ടൻ ഉണ്ടായിരുന്നോ ഈ? ചേട്ടൻ ഇപ്പോൾ വിഷുവിനുണ്ടായിരുന്നു, ഇന്ന് പോയതേ ഉള്ളൂ പൂച്ചയ്ക്ക്. ചേട്ടനൊക്കെ ഒരുപാട് സന്തോഷമായി കാണും. നല്ല സന്തോഷമായി കാണും. ചേട്ടൻ്റെ കോളേജ് വെറ്റിനറി കോളേജ് തൃശ്ശൂർ മണ്ണുത്തി കോളേജ് മൊത്തം കമന്റിനകത്ത് ലൈക്കിലും എല്ലാ ഷെയറും അവരൊത്തിരി സപ്പോർട്ട് ചെയ്തില്ലേ? എന്തായാലും ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു സോങ് കണ്ടത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറേ ആൾക്കാർ ഈ ഒരു സോങ് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ആ ഒരു വൈറൽ സോങ് പാടിനകത്ത് ചുരുക്കം ചില വ്യക്തികളുള്ള ഒരാളാണ് നമ്മുടെ ഇത്രയും വൈറലായ ഒരാളാണ് വരലക്ഷ്മി. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഏറ്റെടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടല്ലേ? സത്യമായിട്ട് ഒരുപാട് സന്തോഷം. ഇപ്പോൾ ആടുജീവിതത്തിലേക്ക് സോങ് എല്ലാ ആൾക്കാരും കേട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി പ്രേക്ഷകർക്ക് വേണ്ടി വേറെ ഏതെങ്കിലും രണ്ടുപേരി വേറെ ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടാം. ഇപ്പം വിഷു അല്ലേ, അപ്പം അല്ല വിഷുവിൻ്റെ എൻ്റെ കൊണ്ട് കിടപ്പുണ്ട് വേറെ പാട്ട്. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം, അവിടുന്നിൻ ഗാനം കേൾക്കാൻ. ഒരുപാട് നന്ദി. താങ്ക് യു. ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര നേരം വിശേഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് ഇരുന്നത് നമ്മുടെ വരലക്ഷ്മിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വരലക്ഷ്മിയുടെ സോങ്ങൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത സിനിമയിലേക്കുള്ളൊരു ചാൻസ് എത്രയും പെട്ടെന്ന് തന്നെ എത്തട്ടെ, അല്ലെങ്കിൽ സോങ് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒരുപാട് നന്ദി. താങ്ക് യു.